ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി മീനച്ചാറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ചോറിന് അധികം ഗ്രേവി വേണമെന്ന് നിർബന്ധമൊന്നുമില്ലാത്തവർക്ക് ഈ ഒരു അച്ചാർ മാത്രം മതി, വേറെ കറികളൊന്നും വേണമെന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള മീനച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ 1/2 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ അവിടെ ഈ മീനിനെ കൂടുതൽ എന്നാണ് പറയുക. മുള്ളൊന്നും ഇല്ലാതെ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. ഈ മീനിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ അച്ചാറിലേക്കുള്ളതും നമുക്ക് ഒരുമിച്ച് അങ്ങ് ചതച്ചെടുക്കാം. രണ്ടിലേക്കും കൂടി 3 കുടം വെളുത്തുള്ളിയും 3-4 കഷ്ണം ഇഞ്ചിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചതച്ചെടുക്കാം. ഈ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയിൽ നിന്ന് 5 ടേബിൾ സ്പൂൺ നമുക്ക് മാറ്റി വെക്കണം. ഇത് അച്ചാറിലേക്കുള്ളതാണ്. ബാക്കി 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതും 2 നുള്ളു കായവും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചത് നമുക്ക് മീനിൽ നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണേ, അത് ഞാൻ അരക്കുന്നതിൻ്റെ കൂടെ ചേർക്കാൻ മറന്നതാണ്. ഇനി നമുക്കത് ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അച്ചാർ പെട്ടെന്ന് കേടുകൂടാതെ കുറേ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഞാൻ മീൻ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റാം. അച്ചാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വാറ്റി ഇത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല. ഈ മാറ്റി വെക്കുന്നതിൽ നിന്ന് കുറച്ച് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും.
തരാൻ വേണ്ടി മാത്രം ഒഴിച്ചതാണ്. പക്ഷെ 2 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ എരിവും പുളിയെല്ലാം മീനിൽ പിടിച്ച് അച്ചാർ ഒന്നുകൂടെ ടേസ്റ്റ് ആകും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ മീനച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അധികം ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ കൂടാന്നല്ലാണ്ട് ഒരിക്കലും കുറയരുത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ചേർത്താൽ. പിന്നെ ഞാൻ കുറേ മുന്നേ കക്ക കൊണ്ട് അച്ചാറുണ്ടാക്കി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.